യൂട്യൂബ് ചാനൽ തുടങ്ങി. ആദ്യം മോളുടെ പാട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ ഒരു 5 വർഷം 3 വർഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ പതുക്കെ ഈ കാരവാൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ലോഗ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആദ്യമേ നമുക്ക് പിന്നീട് കാണാമെന്ന് ഓർത്ത് വാലും മുറിയൊന്നും ഇല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിടും. മെമ്മറീസ് മാത്രമായിരുന്നു. എല്ലാ ക്ലിപ്പുകളോട് ഒന്നിച്ച് ജോയിൻ ചെയ്ത് എടുത്തു വെറുതെ അങ്ങ് ഇട്ടു. ഞങ്ങൾ വീഡിയോ ഉണ്ടായിരുന്നു കൊച്ചു നല്ലൊരു ഫാമിലിയാണ് വന്നത്. ഇവൻ ചോദിച്ചു മേടിച്ച ബേബിയാന്ന് ഞങ്ങൾ പറയും. ബ്രദർ വേണം എനിക്ക് പിന്നെ പേടിയായിപ്പോ എങ്ങനെ സിസ്റ്റർ അറിയാപ്പോ ഇവന് ഇഷ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ. ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാതിരുന്ന ആളൊന്നും അല്ല. ചിക്കുവാണ് പണ്ട് ടിക്ടോക്കിൽ ചുമ്മാ പാട്ടൊക്കെ പാടുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എന്നെ പിടിച്ച് ക്യാമറയ്ക്ക് നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ ആ ഫിൽറ്റർ കിട്ടിയപ്പോ എന്നെ കുറച്ചുകൂടെ ചേച്ചൻ പണ്ട് ഓർക്കുന്നുണ്ടോ ഇതിന്റെ അണ്ടർ ഗാർമെന്റ്സിന്റെ മോഡലായിട്ട് ഈ ടിപ്പിക്കൽ നമ്മുടെ ഒരു ഇടുക്കിക്കാരൻ നമ്മള് ഫിൻലാൻഡ് മല്ലു ആവുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫിൻലാൻഡിൽ പോയത് പറ്റിക്ക് വേണ്ടി പോയതാണ്. ആദ്യമായിട്ട് പോയപ്പോ അത് നമുക്ക് ജോലി പ്രോമിസ് ചെയ്തിട്ടായിരുന്നു അവർ കൊണ്ടുപോയത്. നമ്മളെ സംബന്ധിച്ച് ഒരുമിച്ച് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഹസ്ബൻഡും വരാൻ പറ്റും അല്ലേ, സെയിം ടൈമില് അങ്ങനെ എല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ കൊണ്ടുപോയവരെ കാണാനില്ലായിരുന്നു, ഒരു മുങ്ങി. ലൈഫിൽ പുതിയൊരാളും കൂടെ വന്നു. പാലിന്റെ ആവശ്യം കൂടെ നോക്കിയിട്ടാണ് ഇത്തവണ നാട്ടിലേക്ക് വരുന്നത്. മാമൂസയാണ്. ഹലോ കേട്ടോ. എനിക്കൊന്ന് വാവനെ ഭയങ്കര കാര്യമാണ്. അവര് ടേക്ക് കെയർ ചെയ്യുന്ന കാണും 3 പേരും ഭയങ്കരമായിട്ട് അവർക്ക് എക്സ്ട്രാ 2 അമ്മമാരെ കിട്ടിയ പോലെ തന്നെ അല്ലേ. ഞങ്ങൾ വീഡിയോ ഉണ്ടായിരുന്നു കൊച്ചു നല്ലൊരു ഫാമിലിയാണ് വന്നത്. വൈറൽ വീഡിയോ ആയിരുന്നു. ഇവൻ ചോദിച്ചു മേടിച്ച ബേബിയാന്ന് ഞങ്ങൾ പറയും. ബ്രദർ വേണം എനിക്ക് പിന്നെ പേടിയായിപ്പോ എങ്ങനെ സിസ്റ്റർ അറിയാപ്പോ ഇവന് ഇഷ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ. അല്ല പിന്നെ അതായത് അവനെ പറഞ്ഞ സമയത്ത് നമ്മുടെ ക്യാമറ ഓൺ ആയതുകൊണ്ട് എടുത്തതാണ്. ഇങ്ങനെ ചില നിമിഷങ്ങളൊക്കെ നമ്മൾ അറിയാണ്ട് കിട്ടും. അല്ലാണ്ട് പർപ്പസ്ഫുള്ളി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ അവൻ ആ സമയത്ത് പറഞ്ഞപ്പോൾ ഭയങ്കര കൗതുകം തോന്നിയും പോസ്റ്റ് ചെയ്തു. ചില കാര്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ ഈ ടിപ്പിക്കൽ നമ്മുടെ ഒരു ഇടുക്കിക്കാരൻ നമ്മള് ഫിൻലാൻഡ് മല്ലു ആവുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് എത്രത്തോളം എളുപ്പമായിരുന്നു? അതായത് ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യാതിരുന്ന ആളൊന്നും അല്ല. ചിക്കുവാണ് പണ്ട് ടിക്ടോക്കിൽ ചുമ്മാ പാട്ടൊക്കെ പാടുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം എന്നെ പിടിച്ച് ക്യാമറയ്ക്ക് നിർത്തി കഴിഞ്ഞപ്പോ ഞാൻ ആ ഫിൽറ്റർ കിട്ടിയപ്പോ എന്നെ കുറച്ചുകൂടെ അത് മാത്രമല്ല, പണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ഭയങ്കര മോഹമായിരുന്നേ. അപ്പൊ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഓഡീഷന് വേണ്ടി തിരുവനന്തപുരത്ത് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പടം വേറെയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് അവിടുന്ന് പോന്നു. അങ്ങനെ ചെറുപ്പത്തിലാണ് മോശമായ ഇതൊക്കെ ആയിരുന്നു ആ സമയത്ത്. നമുക്കറിയത്തില്ല. അപ്പൊ അതിനുശേഷം തിരുവനന്തപുരം ഒക്കെ പോയി കണ്ടതിന് ശേഷം തിരിച്ചു വന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമ്മൾ ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒത്തിരി പേര് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫിൻലാൻഡിൽ പോയത് പറ്റിക്ക് വേണ്ടി പോയതാണ്. ആദ്യമായിട്ട് പോയപ്പോ അപ്പോൾ ഞങ്ങൾ ഫിൻലാൻഡിൽ എത്തിപ്പെട്ടതാണ്. അപ്പോൾ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് ഫിൻലാൻഡിൽ എത്തുന്നത് ചോദിക്കും. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് മറുപടി കൊടുത്ത് മടുത്തു കഴിഞ്ഞ സമയത്താണ് ഇൻഫർമേറ്റീവ് വീഡിയോസ് ഒക്കെ ആയിട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഒക്കെ ഫാമിലി വീഡിയോസ് ഇടയ്ക്ക് വരും. കൂടുതലും നമുക്ക് ഇഷ്ടപ്പെട്ട വൈബിൽ എന്തെങ്കിലും സാധനം കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും ഇപ്പം എന്താ അവിടെ ചെയ്യുന്ന ജോലി? ഞങ്ങൾ രണ്ടുപേരും ഹെൽത്ത് കെയർ ഫീൽഡിലാണ്. ചിക്കു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു, ഞാൻ ഹോം കെയറിൽ ജോലി ചെയ്യുന്നു. അപ്പൊ അവിടെ പോയി ചതിക്കപ്പെട്ട് വീണ്ടും നിങ്ങൾ പഠിക്കണമായിരുന്നു. അത് നമുക്ക് ജോലി പ്രോമിസ് ചെയ്തിട്ടായിരുന്നു അവർ കൊണ്ടുപോയത്. അപ്പം കല്യാണം കഴിഞ്ഞ ഉടനെയാണ് പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരുമിച്ച് പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഹസ്ബൻഡും വരാൻ പറ്റും അല്ലേ, സെയിം ടൈമില് അങ്ങനെ എല്ലാം പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ കൊണ്ടുപോയവരെ കാണാനില്ലായിരുന്നു, ഒരു മുങ്ങി. ഞങ്ങൾ ജോലി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയി അവർ ഫ്രീ അക്കോമഡേഷനും ഫുഡൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് അവിടുത്തെ ഫിൻലൻഡിലെ കോളേജിൽ ആളുകൾക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ആ സംഭവമായിരുന്നു. എന്നിട്ട് അവിടുത്തെ ഒരു സ്കൂളിൽ കൊണ്ടുപോയി ഞങ്ങളെ ചേർത്തു. അവരുടെ സ്കൂളിൻ്റെ ഹോസ്റ്റലായിരുന്നു അവർ പറഞ്ഞ ഫ്രീ അക്കോമഡേഷൻ. പിന്നെ ഒരു 3 മാസം എടുത്ത് ഞങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ഞങ്ങളൊരു 5-6 പേരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. എന്നിട്ട് അവിടെ പഠിച്ചു. പിന്നെ ഇംഗ്ലീഷ് മതി എന്ന് പറഞ്ഞാൽ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇംഗ്ലീഷ് കൊണ്ട് ഒറ്റ ഉപകാരമില്ല. അവിടെ ഇംഗ്ലീഷ് അറിയുന്നവർ പോലും ഇംഗ്ലീഷ് പറയില്ല. ഫിന്നിഷാണ് അവരുടെ നേറ്റീവ് ലാംഗ്വേജ്. പിന്നെ ചില സൈഡിലൊക്കെ സ്വീഡിഷ് കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് രണ്ടും വേണം നമുക്ക് അവിടെ. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലാംഗ്വേജിന് കുറച്ച് പ്രിഫറൻസ് കൊടുത്ത് ഈ സ്കൂളിൽ അവർ പഠിക്കാൻ വിട്ടപ്പോൾ എന്നിട്ട് അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് പിന്നെ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അതായത് അവിടെ കൂടുതലും മൈനസ് വെതർ ആയിരിക്കും, ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പം അതായത് -20-25 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് ആളുകൾ പോകത്തില്ലേ, അതുപോലെ അവിടെ അത് ചെയ്യാൻ പാടില്ലാന്നുണ്ട് താനും. പക്ഷേ ഈ സ്നോയ്ക്കകത്തോടെ നടന്നു പോകേണ്ടത്. അപ്പം ഈ പോയ സമയമായപ്പോഴേക്കും നമ്മളിപ്പോൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ചേക്കുന്ന കുറച്ച് ക്ലോത്ത്സും ജാക്കറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെയാണ് നമുക്ക് ഇനഫായിട്ട് വേണ്ടത്.
അപ്പോൾ അവിടെ ചെന്ന് അതൊക്കെ ഇട്ട് ഒരു 10-25 കിലോ വെയിറ്റൊക്കെ തൂക്കിയിട്ട് അങ്ങനെ നടന്നു. ഒരു വീടെന്ന് പറഞ്ഞാൽ ചിലപ്പം 2 കിലോമീറ്റർ 3 കിലോമീറ്റർ അകലെയായിരിക്കും. അപ്പോൾ അത്രയും ഈ മുട്ടിനൊപ്പം സ്നോയ്ക്കകത്ത് നല്ല ഇനഫായിട്ടുള്ള ഷൂസ് ഇല്ല, ജാക്കറ്റ് ഇല്ല, ഗ്ലൗസ് ഇല്ല, അങ്ങനെ ഉള്ള. അത് കഴിയുമ്പോഴേക്കും കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കാലെല്ലാം ചുമന്ന്. അത് പറയുമ്പോൾ ഭയങ്കര എക്സാജറേഷൻ ആയിട്ട് തോന്നും, പക്ഷെ റിയാലിറ്റിയിൽ നമ്മൾ ഇവിടുന്ന് പോയപ്പോൾ കൊണ്ടുപോയത് സ്പോർട്സ് ഷൂ ആയിരുന്നു ഇട്ടത്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്കൊരു കുറച്ച് വർഷം കഴിയുമ്പോഴാണ് മനസ്സിലായി സീസൺ അനുസരിച്ച് ഓരോന്നിനും വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ സ്പോർട്സ് ഷൂ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഈ മറ്റേ വിന്റർ ടൈമിലായിരുന്നു ഞങ്ങളുടെ ഈ ഡോർ ടു ഡോർ സെയിലും സംഭവം നടന്നുകൊണ്ടിരുന്നത്. അന്നേരം ജാക്കറ്റ് ആണെങ്കിലും അവിടുത്തെ സ്പ്രിങ്ങിലും ഓട്ടത്തിലൊക്കെ ഇടുന്ന പോലത്തെ ജാക്കറ്റാണ് ഇവിടുത്തെ നമ്മുടെ വിന്റർ ജാക്കറ്റ് എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയത്. അതും ഇനഫായിരുന്നില്ല. എന്നിട്ട് പോയി കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ കാല് മറ്റേ ബേണാവും, കോൾഡ് ബേൺ എന്ന് പറയുമല്ലോ, തണുത്ത് അങ്ങനെയാകുമായിരുന്നു. ഒത്തിരി അങ്ങനെ തുടക്കത്തിൽ ഭയങ്കര ഇതായിരുന്നു. ചിലപ്പോൾ ഇപ്പൊ കാണുന്ന ആൾക്കാർക്ക് അത് ഭയങ്കര നിങ്ങളോട് പോയി സക്സസ് ആയിട്ട് നിൽക്കുന്നത്, പക്ഷെ അതിന് പുറകെ ഉള്ള ഒരു ഹാർഡ് വർക്കിങ്ങും അല്ലെ സ്ട്രഗിൾ പീരീഡ് ആരും അറിഞ്ഞു കാണില്ല. എല്ലാവരുടെ ലൈഫിലും കാണും. പുറത്തൊക്കെ പോയി ജീവിക്കുന്ന നല്ല ശതമാനം ആൾക്കാരും വളരെയധികം കഷ്ടപ്പെട്ടിട്ടും സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ്. ഇപ്പം പിന്നെ അതിനുള്ള സാഹചര്യങ്ങൾ വരെ കുറവായിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പം. ദൈവം അനുഗ്രഹിച്ച് കുഴപ്പമില്ല. റൂൾസും ചേഞ്ച് ചെയ്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ചില കോഴ്സുകളൊക്കെ ഫ്രീ ആയിരുന്നു അല്ലേ, ഫുഡ് ഫ്രീ ഉണ്ടായിരുന്നു സ്കൂളുകളിൽ. ഇപ്പൊ അതെല്ലാം മാറി, മാറ്റങ്ങളെല്ലാം വന്നു, ഫീസ് വന്നു, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളായിട്ട്. ഫിൻലൻഡിൽ താമസിക്കുന്ന ഒരാള് അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഫിൻലാൻഡിൽ പോയി കഴിഞ്ഞാൽ നാട്ടിനെ അപേക്ഷിച്ച് നമുക്ക് ചില കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, ചിലതൊക്കെ നല്ലതാണ്, അങ്ങനെ തോന്നി 2 വശങ്ങൾ ചോദിക്കുകയാണെങ്കിൽ? ഫിൻലൻഡിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ല വശം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റും. ഈവൻ നമ്മളൊരു ഓഫീസിൽ പോവുകയാണ്, നമ്മുടെ ആവശ്യം അവരുടെ ആവശ്യമായിട്ട് അവർ നടത്തിത്തരും. അത് പോപ്പുലേഷൻ കുറവുകൊണ്ടായിരിക്കാം, പക്ഷേ അവിടുത്തെ മറ്റേ ആൾക്കാർ കൈക്കൂലിയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കാം. ഇവിടെ വന്ന് നമ്മളൊരു കാര്യത്തിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടണം. നമ്മുടെ ഒരു ദിവസം പോവുകയാണ്. മറ്റേത് നമുക്ക് ആ 1 മണിക്കൂറാണ് നമുക്ക് അവർ തേങ്ങാൽ 1 മണിക്കൂർ കൊണ്ട് ആ കാര്യം നടത്തി കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് നാട് ഭയങ്കര ഇഷ്ടമാണ്. ഒരു 10 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോരാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഫിൻലൻഡിൽ പോയത്. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു ഇടയ്ക്ക് പോരാമെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ ശേഷം റിയാലിറ്റി വന്നപ്പോഴേക്കും പൊതുവേ ഞങ്ങൾ കുറച്ച് നാൾ പുറത്ത് നമ്മൾ താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മനസ്സൊക്കെ ഭയങ്കര ലൈറ്റാവും. നമ്മളെ ആൾക്കാർക്ക് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അതേ സ്ഥാനത്ത് ഇവിടെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നല്ല തകൃതം വേണം. അത് ഇവിടെ പഠിച്ച് ഇവിടെ ജീവിച്ച് അത് അങ്ങനെ ആ ഒരു കുറച്ച് നാളൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ എന്ത് പരിപാടി ചെയ്താലും ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. ചിലർക്ക് സക്സസ് ആവും. ഗൾഫിൽ അങ്ങനെയല്ല കേട്ടോ. പൊതുവേ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വരാത്തതിൻ്റെ കാരണം ഇവിടെ വന്ന് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അവിടെ കുറച്ച് കാമായിട്ട് ജീവിക്കുന്നു, അതൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ പുറത്ത് പോയിട്ടുള്ള ആളുകളൊന്നും തിരിച്ച് നാട്ടിലേക്ക് വരണ്ടെന്നൊരു ഡിസിഷൻ എടുക്കുന്നത്. പൊതുവെ പറയാറില്ലേ, കുറച്ച് സമ്പാദിച്ച് നാട്ടിലേക്ക് വന്നിട്ട് സെറ്റിൽഡ് ആവാം എന്ന് തീരുമാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പം നമുക്കൊരു സേവിങ്സ് ആയതിനു ശേഷവും നാട്ടിലേക്ക് വരണ്ട, അതിനുള്ള ഒരു കാരണം എന്താ? സേവിങ്സ് അങ്ങനെ ആകുന്നില്ല എന്നുള്ളതാണ് സത്യം. ചെലവ് കൂടുതൽ. അതായത് നമുക്കൊരു മാസം കിട്ടുന്നതനുസരിച്ച് നമുക്ക് അവിടെ ചെലവുകളുണ്ട്. ഫാമിലിയായിട്ട് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ വീടായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ, വണ്ടി, ഇതെല്ലാം ആയിട്ട് ചെലവുകളുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നമുക്ക് ബാലൻസ് സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതൊരു കാരണമാണ്. പിന്നെ ഇത്രയും നാൾ 10-30 വർഷമൊക്കെ അവിടെ ജോലി ചെയ്തതിന് ശേഷം പിന്നെ പെൻഷൻ വാങ്ങിച്ച് ശാന്തമായിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി നിർബന്ധിതരാകുവാണ്. ആഗ്രഹമുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും 1 മാസം 2 മാസമൊക്കെ ഒരു പ്രവാസിക്ക് നിന്ന് കഴിയുമ്പോഴേക്കും ഒരു രസമാണ്. അത് കഴിഞ്ഞ് നിൽക്കണമെങ്കിൽ നല്ല എമൗണ്ട് വേണം, നല്ല ബിസിനസ്സോ അല്ലെങ്കിൽ നല്ലൊരു ജോലി വേണം. അത് ഇത്രയും നാൾ മാറി നിന്ന് നിൽക്കുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ വന്ന് വീണ്ടും അതുപോലെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും കസിൻസോ ആരെങ്കിലും ബ്രദേഴ്സൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പാർട്ടാവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ള എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. നിങ്ങൾക്ക് ഇപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു വരണല്ല, ഫിൻലാൻഡ് തന്നെ മതി, അങ്ങനെ ഉണ്ടോ? പിള്ളേർ അവിടെ ഫിനിഷ് സ്കൂളിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവരുടെ ലാംഗ്വേജും ഫിനിഷ് തന്നെയാണല്ലോ. അപ്പം ആദ്യം നമ്മൾ അങ്ങനെയായിരുന്നു തീരുമാനിച്ച് തിരിച്ചിങ്ങോട്ട് വരാമെന്ന്. പക്ഷെ ഇവരവിടെ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം അവിടെ തന്നെ ഈവൻ സ്കൂൾ ചേഞ്ച് ചെയ്യണ കാര്യം പറഞ്ഞാൽ വരെ ഇവർക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം പിന്നെ അങ്ങനെ പോവാൻ നമ്മളും പയ്യെ അവിടെ എനിക്ക് അറിയില്ല ഇന്നത്തെ കാലത്തൊന്നും. ഇവരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് അറിയണം. അവിടുത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എങ്ങനെയാ? ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാം ഫ്രീ എഡ്യൂക്കേഷനാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ പോലെ ഒത്തിരി പിള്ളേർക്ക് പഠിക്കേണ്ട. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോംവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വന്നു കഴിഞ്ഞാൽ പിള്ളേർ രാവിലെ 5 മണിക്ക് എണീറ്റ് പഠിക്കണം, അങ്ങനെയല്ലേ. ഇവരെയൊക്കെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തേക്കുന്നത് 6th സ്റ്റാൻഡേർഡ് വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്തേക്കുന്നത്. അപ്പം അതുവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ മാത്രമാണ് ആഴ്ചയിൽ 3 ദിവസം ഹോംവർക്ക് ഉള്ളൂ. പിന്നെ അവിടെ ജീവിക്കുമ്പം അവരറിയേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കുമല്ലോ. ഫിൻലൻഡ് എന്ന രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ യൂറോപ്പിലെ ചില ഏറെക്കുറെയൊക്കെ ഇതാണല്ലോ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള വിഷയങ്ങളും കുറവാണ്. ഇന്ത്യയിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച്
ഇവരറിയേണ്ടത് ഇന്ത്യയിലെ ഒത്തിരി സംസ്ഥാനങ്ങളുണ്ട്, ഒത്തിരി പോപ്പുലേഷൻ ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ തന്നെ വേണം. ഫിൻലൻഡിനെ സംബന്ധിച്ച് പിള്ളേർക്ക് പഠിക്കുന്നതിൻ്റെ ഭാരം അങ്ങനെ ഇല്ല. ഇവർക്ക് പിന്നെ വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഹോംവർക്ക് ഇല്ല. ഇവ നാട്ടിലൊരു കുട്ടി വളരുന്നേക്കാട്ട് അവിടുത്തെ സ്കൂൾ എഡ്യൂക്കേഷനൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരിക, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ? പിള്ളേർ നല്ല അവരുടെ ക്യാരക്ടറിലൊരു ചേഞ്ച് വരും. ഒരു ഭയങ്കര അതിനെന്താണെന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ അവർക്ക് നന്നായിട്ട് വരും. അതായത് അടിച്ചേൽപ്പിക്കുന്ന ഫീലിലല്ല, നാച്ചുറലി അവർക്ക് അത് ഉണ്ടായി വരും. പിന്നെ അതുപോലെ ചെറുപ്പം മുതൽ അവരുടെ കാര്യം സ്വന്തമായിട്ട്, അതായത് ഇവർ ഡയക്കറി പോകുമ്പോഴേക്കും 9 മാസം കഴിയുമ്പോൾ ഡയക്കറി വിടാൻ പറ്റും. അവരുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ പേരൻസ് ആയിരിക്കുമല്ലോ, ഒരു പ്രായം നല്ല ഒരു അത്യാവശ്യം വലിപ്പം വരാവുന്ന എല്ലാ കാര്യങ്ങളും. ഈവൻ ചെറിയ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഷൂസ് ഇടുക, വള്ളിയിട്ട് ഇത് കെട്ടിക്കൊടുക്കുക, ടൈ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ. അവിടെ എന്ന് പറയുമ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ ചെരുപ്പ് കെട്ടേണ്ട ഇടുന്ന പ്രായമാകുമ്പോഴേക്കും അത് ഇടിക്കുക. അതായത് 1ാം ക്ലാസ്സിലോട്ട് വിടണമെങ്കിൽ അവർ കാണുന്ന മാനദണ്ഡം എഴുതാൻ പഠിക്കലൊന്നുമല്ല, വഴക്കിടാതെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ കളിക്കാൻ പറ്റണം, പിന്നെ അവർക്ക് ഡ്രസ്സ് തന്നെ ഇടാൻ പറ്റണം, ടോയ്ലറ്റ് ഹൈജീൻ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ബേസിക് കാര്യങ്ങളായാലാണ് അവർ 1ാം ക്ലാസ്സിലോട്ട് വിടുന്നത്. ഇവര് 4 പേര് ജനിച്ചത് ഫിൻലാൻഡിൽ തന്നെയല്ലേ? സിറ്റിസൺഷിപ്പ് 4 പേർക്ക് ഉണ്ട്. അത് അവിടുത്തെ ഇപ്പൊ ഹോസ്പിറ്റൽഷിപ്പ് നമ്മൾ പറയില്ലേ, നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സെന്ററിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനും ഡോക്ടറെ കാണിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പക്ഷെ എപ്പോഴും കേൾക്കുന്ന ഒരു പരാതി, പുറം രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ക്യൂ നിൽക്കണം, അതെ ഒരു ലാബിൽ പോകണമെങ്കിൽ തന്നെ ഒരു 2-3 മാസം വെയിറ്റ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെയാണോ ഫിൻലാൻഡിന്റെ ഒരു? 2 രീതിയിൽ നമുക്കത് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരതിൽ സാറ്റിസ്ഫൈഡ് ആണ്. അവിടുത്തെ മെയിൻ സംഭവം ഇത് അവർ അതായത് എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നുള്ളതാണ്. നമ്മുടെ ഇപ്പൊ ഭയങ്കര എമർജൻസി കേസാണെങ്കിൽ അവരെടുക്കും. പക്ഷെ അതല്ല, ഇപ്പൊ ജസ്റ്റ് ഒരു കട്ടൊക്കെ വന്നെങ്കിൽ അവർ വെയിറ്റ് ചെയ്തിരിക്കണം. ബ്ലീഡിങ് ഉണ്ട്, അത് എവിടെയാ കട്ടെന്ന് അവർ നോക്കും, അല്ലെ അങ്ങനത്തെ സംഭവമൊക്കെ. പക്ഷെ ചെസ്റ്റ് പെയിൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ട്രോക്കിന്റെ ലക്ഷണമായിട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് നേരെ അവരെടുക്കും. അപ്പം അവര് ഡിസീസൊക്കെ നോക്കിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്.